ഇപ്പൊ നമ്മളൊരു പള്ളിയായാലും കോവിലായാലും ക്ഷേത്രമായാലും ആരും അതിനെ തകർക്കാൻ നോക്കണ്ട. ഇതിപ്പോ ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ഇവിടെ മുസ്ലിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ഒന്ന് പൈസ കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നിടത്ത് പിന്നെ എന്താണ് ഇത് ആരാണ് ചെയ്യണമെന്ന് ആക്കും എനിക്ക് അറിഞ്ഞൂടാ. ആരാണ് ചെയ്തവർ ശരിയല്ല എന്ന് മാത്രമാണ്. ഇതോടെ വച്ച് നിർത്തി അവർക്ക് നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിപ്പോ മറ്റുള്ളവരെ ഈ വർണ്ണവര മതത്തിന് വേണ്ടി മറ്റുള്ളവരും ദ്രോഹിക്കാൻ ആരും പോണില്ലല്ലോ. അപ്പം പിന്നെ ഇതിനു വേണ്ടി എന്താണ് ഉപദ്രവിക്കാൻ പറഞ്ഞത്? ഇലക്ഷൻ പ്രമാണിച്ച് വരേണ്ട ഒരു കാര്യമല്ല. നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് തന്നെ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. SDPI-ക്കാര് ഈ ശിവക്ഷേത്രം പൂട്ടിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ഇതിന്റെ വസ്തുത തേടി ഇറങ്ങിയതാണ്. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട മലയാളി വാർത്ത കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് നെയ്യാറ്റിൻകരയിലുള്ള യേശുദാസ് എന്ന് പറയുന്ന ചേട്ടനാണ്. ചേട്ടനെ നമുക്ക് ഇതിനു മുമ്പും പരിചയമുണ്ട്. ചേട്ടാ, ഈ ഒരു ക്ഷേത്രം, അതായത് വീണ്ടും ഇതേ സ്ഥലത്ത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം വരികയാണ്. എന്താണ് ശരിക്കും ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള പ്രശ്നം? എന്താണെന്ന് അറിയാൻ പാടില്ല, ആർക്കാണ് എന്താണ് കുഴപ്പമെന്ന് അറിയാൻ. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രമാണ് ശിവക്ഷേത്രം. അത് ഇപ്പൊ അതിനെ ഓലവല ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കണമെങ്കിൽ അവർ നല്ലവരല്ല എന്ന് എനിക്ക് പറയാനേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ക്ഷേത്രം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് മൊത്തം വന്ന് ഇവിടെ തൊഴുതും എടുത്തും ക്ഷേത്രമാണ്. ഇന്ന് ആദ്യമായിട്ട് വെച്ചതല്ല, 1 മാസം 2 മാസത്തില്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രമാണിത്. അതിനെ ഉപദ്രവിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അവരെ ബുദ്ധിമോശം കൊണ്ട് വന്നതാണ് എന്ന് പറയാനേ ഉള്ളത്. അതോടെ വെച്ച് അവർ നിർത്തിയാൽ അവർക്ക് നല്ലത്. അത് രാഷ്ട്രീയമായി അത് പാർട്ടിയൊന്നുമല്ല, അവരാണ് ഈ ക്ഷേത്രത്തിനെ ഈ ഹിന്ദുക്കളെ ഒരുമാതിരി നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ വന്നാൽ അത് മോശമായ രീതിയാണ്. അതിനെ ആരും അംഗീകരിക്കില്ല, ജനങ്ങൾ അംഗീകരിക്കില്ല, നാട്ടുകാർ ആരും അംഗീകരിക്കില്ല. സർക്കാരിന്റെ ഭൂമി അനധികൃതമായിട്ട് കയ്യേറി എന്ന തരത്തിലാണ് ഇതിപ്പോ പറയുന്നത്. അപ്പോ ഈ ക്ഷേത്രം ഇതിനു മുമ്പ് ഇവിടെ തന്നെ ആയിരുന്നു? എന്താണ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് പണ്ട് മുതല് ഇവിടെ ഒരു സമര മറ്റേ ഇതുണ്ടല്ലോ, അതിന്റെ പെൻഷൻ വാങ്ങിക്കുന്ന ഇതുണ്ടല്ല, സ്വാതന്ത്ര്യ സേനാനി, അങ്ങേരെ ഇരുന്ന വസ്തുവാണിത്. അങ്ങേര് മരിച്ചുപോയി. അപ്പൊ അന്ന് മുതല് വർഷങ്ങൾക്ക് മുമ്പേ അങ്ങേരെ കയ്യിലിരുന്ന വസ്തുവാണ്. അത് കുളമാണ്, മുനിസിപ്പാലിറ്റി ഇത് ഇരുന്നാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രമാണ്. ഇത് ഇന്ന് ആദ്യമായിട്ടുള്ള ക്ഷേത്രമല്ല. അതിനെ ദ്രോഹിക്കാന്ന് പറഞ്ഞ് ഒരു മതക്കാർ വരേണ്ട ഒരു കാര്യമില്ല, ഒരു ജാതിയോ മതോ രാഷ്ട്രീയക്കാർ വരേണ്ട ഒരു കാര്യമില്ല. ഇതിപ്പോ മറ്റുള്ളവരെ ഈ വർണ്ണവര മതത്തിന് വേണ്ടി മറ്റുള്ളവരും ദ്രോഹിക്കാൻ ആരും പോണില്ലല്ലോ. അപ്പം പിന്നെ ഇതിനു വേണ്ടി എന്താണ് ഉപദ്രവിക്കാൻ പറഞ്ഞത്? ഇലക്ഷൻ പ്രമാണിച്ച് വരേണ്ട ഒരു കാര്യമല്ല, ഒന്നുമില്ല. ഇത് ജനങ്ങൾക്ക് ആവശ്യപ്പെട്ട ക്ഷേത്രമാണ്. ഇത് പല നാട്ടിൽ നിന്ന് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ. അതിനെ തുലയ്ക്കാന്ന് പറഞ്ഞാൽ ആരും നോക്കാൻ വേണ്ടി അത് നടക്കുകയില്ല. അതിന് ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുക. അതിന് എന്ത് കാര്യം വന്നാലും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഇപ്പൊ നമ്മളൊരു പള്ളിയായാലും കോവിലായാലും ക്ഷേത്രമായാലും ആരും അതിനെ തകർക്കാൻ നോക്കണ്ട. ഇതിപ്പോ ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ഇവിടെ മുസ്ലിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ഒന്ന് പൈസ കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നിടത്ത് പിന്നെ എന്താണ് ഇത് ആരാണ് ചെയ്യണമെന്ന് ആക്കും എനിക്ക് അറിഞ്ഞൂടാ. ആരാണ് ചെയ്തവർ ശരിയല്ല എന്ന് മാത്രമാണ്. ഇതോടെ വച്ച് നിർത്തി അവർക്ക് നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഗോപൻ സ്വാമിന്റെ വിഷയത്തിൽ ചേട്ടൻ തുടക്കത്തിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു. അതായത് ചേട്ടന് തോന്നിയ കാര്യങ്ങൾ തുറന്നടിച്ച് പറയുകയും പിന്നീട് അതിലെ ഒരു നിലപാടെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അത് ആ ക്ഷേത്രം ഗോപസ്വാമിയുടെ ക്ഷേത്രം നാട്ടുകാർക്ക് ടെസ്റ്റ് ആക്കി അതിന്റെ ഒരു വൈസ് പ്രസിഡന്റ് ആണ് അതിനെ. അപ്പൊ അതിനു വേണ്ടിയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ അതിന്റെ ബാക്കിയുള്ള ചെയ്യാനുള്ള രീതിയിലൊക്കെ നിൽക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ചെയ്ത് തന്നെ അത് പോകണം. ക്ഷേത്രത്തിന് അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കോവിലിന് വേണ്ടിയോ ഞാൻ എതിരായിട്ട് നിൽക്കണമെന്നല്ല. പക്ഷെ ഞാൻ ഒരു ഹിന്ദുവാണ്, ക്രിസ്ത്യ കുടുംബത്തിൽ നിന്ന് വന്ന് ഞാൻ ഒരു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ചെറുപ്രായത്തിലായിട്ട് ഞാൻ വന്നതാണ്. പക്ഷെ ഞാൻ ഇന്നും ഹിന്ദുവാണ്, നാളെയും മരിക്കുന്നവരെ ഹിന്ദു മതത്തിൽ ഇരിക്കുന്നത്. അതിനെ ഓരോരുത്തരെ ആരും കുറ്റം പറഞ്ഞ് ഞാനുമല്ല. പള്ളിക്കാരെ കുറ്റം പറയില്ല, മുസ്ലിങ്ങളെ കുറ്റം പറയില്ല, ക്രിസ്ത്യാനികളെ കുറ്റം പറയില്ല, ഹിന്ദുക്കളെ കുറ്റം പറയില്ല. ഞാൻ ഹിന്ദു വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ആർക്ക് അവര് പള്ളി വയ്ക്കുന്നത് നമ്മൾ പോകേണ്ട കാര്യമല്ല, ക്രിസ്ത്യാനികൾ പോകേണ്ട കാര്യമല്ല. അല്ല ഒരു പള്ളിക്കാർ വയ്ക്കുമ്പോ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ചെയ്യുന്ന തടുക്കാൻ പാടില്ല. അത് അവരവരുടെ ആവശ്യമാണ്. ഈ ക്ഷേത്രം എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ക്ഷേത്രമാണ്. അപ്പൊ അതിനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലതല്ല. അതോടെ വെച്ച് നിർത്തിയാൽ അവർക്ക് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ എന്നേ പറയാൻ എനിക്കുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനെ വന്ന് ഉപദ്രവിച്ച് അവർ പേരെടുക്കാന്ന് ആരും വരണ്ട. ഇത് നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഇതാണ്. ഇത് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ തൊട്ടടുത്ത ക്ഷേത്രത്തിലുള്ള മുസ്ലിങ്ങളും ഇവിടുത്തെ ആവശ്യത്തിന് ഇവിടെ പൈസ കൊടുക്കും, കാര്യം ഇടപെടണമെന്നാണ്. അത് ഇവിടെ ഉള്ളവരെയൊക്കെ തിരക്കി ഒറ്റോട് ചോദിച്ചത്. ക്രിസ്ത്യാനികളും കൊണ്ടുവന്ന് പൈസ കൊടുക്കുക, അവരെ കാര്യങ്ങൾ ചെയ്യണമാണ്. അപ്പൊ ഹിന്ദുക്കളും ചെയ്യണമാണ്. അപ്പൊ അതവിടെ ജാതി മാറ്റി നിർത്തണമല്ല, ഹിന്ദുക്കൾക്ക് മാത്രം എന്നുള്ള ക്ഷേത്രം അല്ല അത്. എല്ലാ ജാതിക്കാർക്കും എല്ലാ മതക്കാർക്കും ഉള്ള ക്ഷേത്രമാണ് അത്. പക്ഷെ ആ ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലേക്കല്ലേ ഇപ്പൊ കാര്യങ്ങൾ അത് ചെയ്യുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞത്, അത് വിവരക്കേട് കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെ തെറി പറയാനോ അവരെ വേറെ രീതിയിൽ ആക്ഷേപിക്കണമെന്നല്ല. അവർ നല്ലതായി വരട്ടെ, ഭഗവാൻ നല്ല ബുദ്ധി അവർക്ക് കൊടുത്ത് വരട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. ചെറിയ ഗുണത്തില്ല ഭഗവാൻ ശിവൻ അവർക്ക് ചെയ്തവർക്ക് നല്ല ബുദ്ധിയും കൊടുത്ത് ശരീരസുഖവും കൊടുത്ത് അവർ നല്ല രീതിയിൽ തിരുത്തി വരട്ടെ. ചെയ്ത് തെറ്റെന്ന് അവർ വരട്ടെ. നമ്മളെ മുമ്പ് വരണ്ട, അവർ ദൈവത്തിന്റെ മുമ്പ് അവർ കൊടുത്താൽ മതി. ആരാണ് ചെയ്തത്, ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരാണ് ഇതിനെ ദ്രോഹിക്കാൻ നോക്കണോ അവർ ദൈവത്തോട് മാപ്പ് പറയട്ടെ.
ഞങ്ങളൊക്കെ അമ്പലത്തിൽ വന്ന് മാപ്പ് പറയണമെന്ന് നാട്ടുകാർ മുമ്പ് മാപ്പ് പറയണമെന്ന് ഞങ്ങൾ ആരും പറയണില്ല. ചെയ്തവർ ദൈവത്തോട് പറയട്ടെ, ആരായാലും തെറ്റിയതിലും, അച്ഛനായാലും അമ്മയായാലും മോളായാലും തെറ്റ് ചെയ്തത് തെറ്റ് തന്നെ ആരായാലും അത് ശരിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. പള്ളുവറ 18 ജാതിക്കാർക്കും ഉള്ള ക്ഷേത്രമാണ്, ഒരാളിന് മാത്രമൊന്നല്ല. ഇവിടെ എല്ലാവർക്കും വരാനും തൊഴാനും എടുക്കാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിന് ആരാണ് ഈ ഇലക്ഷൻ സമയത്തിന് ചെയ്തിട്ടുണ്ടോ അവർ നല്ല പിള്ള ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ എനിക്കൊന്നും വേറെ പറയാനില്ല. ആരെയും കുറ്റവും പറയാനില്ല, തെരുവരാനോ അനാശം പറയാനോ ഒന്നിനും ഞാനില്ല. എനിക്ക് എല്ലാവരുടെയും സ്നേഹമുള്ളവരാണ്. ക്രിസ്ത്യാനിയുടെയും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാവരുടെയും ഞാൻ സഹോദര സ്നേഹം പോലെ ജീവിക്കുന്നവരാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടമായിപ്പോയി. ഇത് ചെയ്തത് ആരായാലും തെറ്റ് 100% തെറ്റാണ്. അവർ ദൈവത്തോട് മാപ്പ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ നല്ലത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് SDPI ഇങ്ങനെ ഒരു പ്രശ്നം പരാതി ഉന്നയിക്കുമ്പോൾ സർക്കാർ അതിനെ പിന്തുണയ്ക്കുന്നത് ഒരുപക്ഷെ ഈ വോട്ടിന് SDPI വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോ ഈ ഒരു വിഷയം പുറത്തു വരുമ്പോ അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇലക്ഷന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടിയാണോ മറ്റാണോ എനിക്ക് പറയാനില്ല. അത് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന വോട്ടാണ്. പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയത്തല്ല, അതൊരു വ്യക്തി നിൽക്കുന്ന നല്ല വ്യക്തി, പാർട്ടിയിൽ വിശ്വസിക്കുന്നവൻ നല്ലതാണ്, ഒരു പാർട്ടിയിൽ ഇറങ്ങി ചെയ്യണത് എന്ന് നോക്കി വോട്ട് കൊടുക്കുന്നതാണ്. മറ്റേ അസംബ്ലി ഇലക്ഷനും MP ഇലക്ഷനൊക്കെ കാണുമ്പോൾ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി അതിന് വേണ്ടി എല്ലാവരും വോട്ട് ഇടും. ഇത് ചിലപ്പോൾ നമുക്കത് ഇപ്പൊ അപ്പുറത്തെ വാർഡിൽ 1-ാം വാർഡിൽ നിൽക്കുന്ന 2-ാം വാർഡ് 4-ാം വാർഡ് 40-ാം വാർഡ് അങ്ങനെയൊന്നുമില്ല. നമുക്ക് തോന്നുന്നത് ആരാണ് നിന്നാൽ നല്ല പാർട്ടിയാണ്, നല്ല വിശ്വാസത്തോടെ വരണം, നല്ല പ്രവർത്തിക്കുന്നത് അവർക്ക് വോട്ട് കൊടുക്കുള്ളൂ. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഈ ക്ഷേത്രത്തിന്റെ വാർഷികം വരുന്ന ഉടനെ 24-ാം തീയതി ഡിസംബർ മാസം 4-ാം തീയതി ക്ഷേത്രം അടച്ചിട്ടിരിക്കുന്നത്. അപ്പോ എന്താണ് ഇനി മുന്നോട്ടേക്കുള്ള ഒരു നടപടി? അത് വിളക്ക് കത്തിക്കേണ്ടത് കത്തിക്കും, എടുക്കേണ്ടത് ചെയ്യും. അവരാരാണ് എന്ത് ചെയ്തെന്നാലും ഞാൻ പറഞ്ഞില്ലേ, അവരെ പറ്റി എനിക്ക് കുറ്റം പറയാനില്ല. ഹിന്ദുവിനുടെയോ ക്രിസ്ത്യാനിയുടെയോ മുസ്ലിങ്ങളുടെയോ കുറ്റം പറയാനില്ല. ആര് ഇതിനു വേണ്ടി ദ്രോഹം ചെയ്തോ അത് ദൈവത്തോട് അവര് മാപ്പ് പറഞ്ഞോളൂ. നമുക്ക് നമ്മൾ മാപ്പ് പറയണമെന്ന ഭഗവാൻ ശിവന്റെ അടുത്ത് വന്ന് മാപ്പ് പറയണം, ചെറിയകുളത്ത് ശിവന് മാപ്പ് പറയണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ആര് തെറ്റാലും, ഞാനായാലും ശരി, എന്റെ അച്ഛനായാലും ശരി, എന്റെ അമ്മയായാലും എന്റെ സഹോദരങ്ങളെ തെറ്റാണ് എന്ന് പറയുന്നത്. ഇപ്പൊ നാളെ അപ്പുറത്തെ ഒരു ക്രിസ്ത്യൻ പള്ളി വരുമ്പോൾ നമ്മൾ പോയി തടുക്കേണ്ട കാര്യമല്ല. ഇപ്പുറത്തെ ഒരു മുസ്ലിം പള്ളി പോകുമ്പോൾ അവിടെ നമ്മൾ തടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ തടുക്കേണ്ട കാര്യമല്ല. അതാ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ഇന്ന് ആദ്യമായിട്ട് വെച്ചാണെങ്കിൽ ശരി നമുക്ക് തടയാം. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രമാണിത്. അവിടെ തിരി കൊടുത്തും വിളക്കത്തിച്ച് അതാ കാണുന്ന ആയിരമാണ് അവിടെ തൊട്ട് തുടങ്ങിയതാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം എന്നറിയാം. അപ്പൊ അതിനെ തടുക്കാൻ നിന്നിട്ട് ആരും തടുത്തുന്നല്ലോ, ആരോ BS ചെയ്യുന്നല്ല. അത് ചെയ്തവർ തെറ്റ് 100% തെറ്റ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് ആശങ്കകളാണ് ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്നത്. നമുക്കറിയാം, മൗലിക അവകാശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെയുള്ള ആരാധന സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ വളരെ വലിയൊരു ആശങ്ക നിൽക്കുന്നു. SDPI പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ഇത് സർക്കാർ ഭൂമിയാണ്, അനധികൃതമായിട്ടാണ് ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഗേറ്റ് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ജനങ്ങൾ ഒരുപാട് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് ഈ ക്ഷേത്രത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ചേട്ടനാണ്. ചേട്ടാ, പേരെങ്ങനെയായിരുന്നു? മുരളീധരൻ നായർ. ഒരു പ്രദേശവാസി എന്നുള്ള നിലയ്ക്കും ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്കും ശരിക്കും എന്താണ് ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ചെറിയക്കോണം ശ്രീ ശിവക്ഷേത്രം മുമ്പ് ഇത് മാടൻ കോവിലായിരുന്നു. അപ്പൊ വളരെ പാരമ്പര്യമുള്ള ഒരു മാടൻ കോവിൽ ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രം പരിപാലിച്ചു പോകുന്നത് ഈ തൊട്ട് മുകളിലിരിക്കുന്ന വീട്ടിലെ രാമനാഥൻ നായർ. അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു, 5 കൊല്ലമായി മരണപ്പെട്ടിട്ട്. അദ്ദേഹമാണ് ഈ ക്ഷേത്രം പൂജിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നാട്ടുകാരെല്ലാം ഇടപെട്ട് അത് ശിവക്ഷേത്രമായി. ഗണപതിയും പിന്നെ യക്ഷിയമ്മയും നായരും എല്ലാം നേരത്തെ ഉണ്ടായിരുന്നു. അതെല്ലാം പ്രതിഷ്ഠിച്ചുകൊണ്ട് ശിവക്ഷേത്രം. അപ്പൊ അദ്ദേഹത്തിന്റെ അധീനതയിൽ 1940 മുതൽ അതിനു മുമ്പ് ഉള്ള ഭൂമിയാണ് ഇപ്പൊ ക്ഷേത്രം ഇരിക്കുന്ന ഭൂമി. ക്ഷേത്രം അപ്പുറം ചാനന്റെ കരയിലും ഉണ്ട്, ഇപ്പുറവും ഉണ്ട്. അപ്പൊ ഈ ഭൂമി രാമൻ നായര് സ്വന്തമായി ദീർഘവർഷങ്ങളായി കൈവശം വെച്ചിരുന്നതാണ്. അപ്പൊ അദ്ദേഹം ഇത് പതിച്ചു കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിൽ പോയി ഈ ഭൂമി പതിച്ചു കിട്ടാൻ വേണ്ടി അന്ന് വെള്ളട തഹസിൽദാര്, വെള്ളട ആയിരുന്നു അന്ന്, നേറ്റങ്കര അല്ലായിരുന്നു, ആ വെള്ളട തഹസിൽദാര് കൊടുത്ത പേപ്പറുകളും പതിച്ചു കിട്ടാൻ വേണ്ടി നടപടിക്രമങ്ങളും അന്ന് തൊട്ടുള്ള മുഖ്യമന്ത്രിക്കും കോടതിയിലും ഒക്കെ പോയിട്ടുള്ള പേപ്പർ രേഖകളെല്ലാം ഉണ്ട്. അദ്ദേഹം ഇപ്പൊ 5 കൊല്ലമായി മരണപ്പെട്ടപ്പോൾ ആ പേപ്പറുള്ള കാര്യങ്ങളെല്ലാം എന്നെയാണ് അദ്ദേഹം ഏൽപ്പിച്ചിട്ട് പോയത്. അപ്പൊ നമ്മള് കമ്മിറ്റിയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ നമ്മളിപ്പോൾ കോടതിയിൽ ഒരു കേസ് ഇട്ട് പോകുന്നു എന്നുണ്ടെങ്കിലും ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ക്ഷേത്രത്തിന് ഒരു തടസ്സം വരാൻ പാടില്ല. ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് ഒരു ഇതും വരാൻ പാടില്ല. അത് നമ്മൾ തങ്ങളിലുള്ള കോടതി ഒരു കേസ് കിടപ്പുണ്ട്. എങ്കിൽ തന്നെയും
ക്ഷേത്രത്തിന്റെ കാര്യത്തില് ആ അഭിപ്രായ വ്യത്യാസത്തിലാണ് ഞാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിന്നാലും ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഇന്ന് വരെ ഒരു ദ്രോഹം ചെയ്യാനോ എടുക്കാനോ പോയിട്ടില്ല. ആത്മാർത്ഥത ഇന്നും ക്ഷേത്രം വേണ്ടി ബാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സ്ഥിതിക്ക് ഈ ക്ഷേത്രം വീണ്ടും പുനഃസ്ഥാപിച്ച് നല്ല രീതിയിൽ പോകണമെന്നുള്ള അഭിപ്രായമാണ്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം, നമ്മളെ ഈ മുനിസിപ്പാലിറ്റിയിലെ SDP എന്തോ പരാതി കൊടുത്തെന്ന് പറയുന്നു, അത് പിൻവലിച്ച് ഈ ഗേറ്റ് തുറന്ന് ക്ഷേത്രത്തിന് ഇവിടുത്തെ നാട്ടുകാരായ മുഴുവൻ ആളുകൾക്കും ആരാധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. ഇവിടെ ജാതിഭേദമന്യം തൊട്ടടുത്തുള്ള മുസ്ലിങ്ങളെല്ലാം നമ്മളെ ക്ഷേത്രമായിട്ട് പൂജയ്ക്ക് തരുന്നുണ്ട്. അവര് ഉത്സവത്തിന് സഹകരിക്കുന്നുണ്ട്, അതുപോലെ ക്രിസ്ത്യാനികൾ സഹകരിക്കുന്നുണ്ട്. ഇവിടെ ജാതി മതമൊന്നുമില്ല. ഇല്ലാതെ ഈ ക്ഷേത്രത്തിന്റെ കാര്യത്തില് ഈ നാട്ടുകാർ എല്ലാം ഒറ്റക്കെട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വഴിമുക്കില് ഇവിടെയുള്ള SDP ഞാൻ ഒരു പരാതി കൊടുത്തെന്നും മുനിസിപ്പൽ സെക്രട്ടറി ഇവിടെ വന്ന് ഇങ്ങനെ ഗേറ്റിൽ നോട്ടീസ് ഒട്ടിച്ചിട്ട് പോയി ഗേറ്റ് പൂട്ടിയിട്ട് പോയിരിക്കുന്നതെന്ന് അറിയുന്നത്. പക്ഷെ ഇത് ശരിയായ ഇതല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഗേറ്റ് തുറന്ന് നമുക്ക് വിശ്വാസികൾക്ക് തൊഴാനും ആരാധിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്നുള്ളതാണ് പറഞ്ഞ് ഈ ഭൂമി, അതുപോലെ ക്ഷേത്രത്തിന് ഇപ്പൊ ഗവൺമെന്റ് ഓർഡർ ഉണ്ട്, ക്ഷേത്രം കൈകാര്യം ചെയ്യുന്ന ഇടത്തുള്ള ആ ഭൂമി 10% വിലയ്ക്ക് ഗവൺമെന്റ് റേറ്റിന്റെ 10% അടച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കാൻ നിയമമുണ്ട്. അതനുസരിച്ച് ഈ ഭൂമി ഈ ക്ഷേത്ര വകയായി 41 സെന്റ് സ്ഥലമുണ്ട്. 41 സെന്റ് സ്ഥലവും പതിച്ചു തരാനുള്ള ഗവൺമെന്റ് തലത്തിൽ നിന്ന് നിയമം ഉണ്ടാകണം, നടപടി ഉണ്ടാകണം. ഇതിന് നാട്ടുകാർ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ ക്ഷേത്രത്തിന് ഒരു അംഗഭംഗവും വരാൻ പാടില്ല ഒരിക്കലും ഈ നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും ആത്മാർത്ഥത്തോടെ പറയുന്നു. ഇതിലിപ്പം പരാതി നൽകുമ്പോൾ ഒരു നടപടി എടുക്കുക എന്നുള്ളത് നഗരസഭയുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ഉത്തരവാദിത്തം അത് തുറന്ന് വീണ്ടും ആളുകൾക്ക് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു പരാതി വരുമ്പോ അതിലൊരു നടപടി എടുക്കാൻ വേണ്ടി ആദ്യം അന്വേഷിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇങ്ങനൊരു ക്ഷേത്രം അടച്ചിടുന്നതിന് മുമ്പ് നടന്നിട്ടുണ്ടോ? അന്വേഷണം ഇത് മുനിസിപ്പാലിറ്റിനെ പലപ്പോഴും ചെയർമാൻ ഉൾപ്പെടെ വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. ചെയർമാൻ വന്ന് തന്നെ ഈ ക്ഷേത്രത്തിന് നമ്മൾ നേരത്തെ ആ ഭാഗത്ത് മാടങ്കോല ഇരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നായർ ഇപ്പുറത്തുണ്ടായിരുന്നു. ആ ദീർഘവർഷങ്ങളായി ഇവിടെ ഈ ക്ഷേത്രം നടന്നു പോകുന്നതാണ്. അതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ചെയർമാൻ വന്ന് നമ്മളെ മുനിസിപ്പൽ ചെയർമാൻ തന്നെ അളന്നിട്ട് തന്നതാണ് വാക്കാല ഈ ഭൂമി. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ചെയർമാൻ തന്റെ മുനിസിപ്പാലിറ്റിയുടെ സമ്മതത്തോടുകൂടിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, അല്ലാതെ ബലാത്കാരമായിട്ട് ചെയ്തിട്ടുള്ളതല്ല. ചെയർമാൻ തന്നെയല്ലേ ഇപ്പോ ഇത് അടച്ചു? അതെ, ചെയർമാൻ അല്ല, സെക്രട്ടറി കൊണ്ടുവന്ന് നോട്ടീസ് ഒട്ടിച്ച പരാതിയുടെ പേരിൽ. പക്ഷെ ചെയർമാന്റെ സമ്മതപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. അത് അല്ലാതെ തടസ്സമൊന്നുമില്ല, ഒരിക്കലുമല്ല. ഇത് തുറന്ന് പൊതുജനങ്ങൾക്ക് കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും അടിയന്തരമായി ഉണ്ടാകണം. ഈ ഭൂമി ക്ഷേത്രം വകയ്ക്കായി പൈസ കിട്ടണം. 41 സ്ഥലമുണ്ട്, അതിന്റെ രേഖകളുണ്ട്. സകല രേഖയും അന്ന് തൊട്ട് പേപ്പർ വർക്ക് മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിലേക്കും കോടതിയിലേക്കും അന്ന് വെള്ളറ തഹസിൽദാരായിരുന്നു. അവിടെ നിന്നുള്ള പേപ്പറുകൾ എല്ലാം നമ്മളെ കയ്യിലുണ്ട്. ഇന്ന് കോടതിയിൽ ഇരിപ്പുണ്ട് ആ പേപ്പറുകൾ. കോടതിയിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പകർപ്പ് ഇന്നലെ 2 ദിവസത്തിന് മുമ്പേ ഇവിടെ വന്ന് വിശ്വപരിഷത്തിന്റെ ആൾക്കാരുണ്ടായിരുന്നു, ഇന്ന് പിന്നിന്റെ ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഞാൻ അതിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രേഖയുള്ള ഭൂമി പതിച്ചു കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. അല്ലാതെ വർഷങ്ങളായി കൈവശം രാമനാഥനായിരിക്കുന്ന അങ്ങനെയാണ് ഈ സ്ഥാപക വ്യക്തി. ഈ ക്ഷേത്രത്തിന്റെ സ്ഥാപക വ്യക്തി B. രാമനാഥനായിരുന്നു. അതായത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്. ഇതൊരു ക്ഷേത്രം അടച്ചുപൂട്ടി എന്നതിനേക്കാൾ ഒരുപക്ഷെ നാളെ ഒരു വർഗീയ കലാപം വരെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു പ്രശ്നം ഇങ്ങനെ നീളുകയാണെങ്കിൽ ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് അധികാരികൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ടേക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം എന്നുള്ളതാണ്. ഒരു പറ്റം വിശ്വാസികളാണ് ഇന്ന് ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ പറ്റാതെ ഇവിടെ പുറത്ത് കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ്. വരുന്ന 4-ാം തീയതിയാണ് വാർഷികം. ക്ഷേത്രത്തിന്റെ വാർഷികം 4-ാം തീയതി എന്ന് പറയുമ്പോൾ അതിന് മുന്നേ ഒരു നടപടി എടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഭക്തജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ പ്രതിഷേധം അത് വലിയൊരു പ്രശ്നത്തിലേക്ക്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സമയത്തായതുകൊണ്ട് ഒരു പ്രശ്നത്തിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ.